മുറിയിൽ കയറി വാതിലടച്ച് നിലത്തേക്ക് ഓർന്നിരുന്ന് വിങ്ങിപ്പൊട്ടി അല്ലി. നെഞ്ചുപൊട്ടും പോലെ നോവുന്നുണ്ട്. പക്ഷെ അതൊന്ന് പെയ്തു തീർക്കാൻ ഉള്ളയിടം ഇവിടെയല്ല. അവൾ മുഖം അമർത്തി തുടച്ചു. ഇവിടെ ഞാനിന്ന് കേൾക്കുന്നതിൽ കൂടുതൽ കുത്തുവാക്കും കുറ്റപ്പെടുത്തലുമൊക്കെ എൻ്റെ കുഞ്ഞ് കേൾക്കേണ്ടി വരില്ലേ? ഇവിടേക്ക് വന്നിട്ട് ഇതുവരെ ഏട്ടൻ്റെ കയ്യിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നോ ഒരു രൂപ പോലും ചിലവാക്കേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി കഴിക്കുന്ന ആഹാരത്തിനും കണക്ക് പറയും മുമ്പ് ഒരു ജോലി കണ്ടെത്തണം. പക്ഷേ എവിടെ, എങ്ങനെ? ഈ അവസ്ഥയിൽ ഒരു ജോലി ആര് തരും? ആകെയുള്ള പ്രതീക്ഷ ആ ജോലി കിട്ടുമോ എന്ന് ഇന്നറിയാം. വേദനയോടെ ഓർത്തുകൊണ്ട് ആ പെണ്ണ് വിങ്ങിക്കരയുമ്പോൾ അങ്ങകലെ ഒരുവൻ അപ്പായി എന്നൊരു വിളിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് കണ്ണു തുറന്നു. നിത്യേ, നിന്റെ അമ്മ ഇവിടെ വരരുത് എന്നോ നിന്നെ കാണേണ്ട എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ വരുന്ന കാര്യം മാത്രം നോക്കി തിരികെ പോകാൻ പറയണം. വീടിനുള്ളിൽ കയറും നേരം ബിന്ദു പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞതിൽ എന്താ ബിന്ദുമ്മേ തെറ്റ്? ഇവിടെ വരുമ്പോൾ അല്ലി ഗർഭിണിയായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ഓരോന്നിനും ചിലവില്ലേ? അതിനൊക്കെയുള്ള കാശ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാനറിയാതെ ദീപുവേട്ടൻ തരുന്നതല്ലേ? അമ്മ പറഞ്ഞിട്ട് പോയത് അതേപടി വിശ്വസിച്ചുകൊണ്ട് നിത്യ തിരക്കി. ഒന്ന് നിർത്തിക്കോ ദിവ്യേ, നിന്റെ ഈ ഭർത്താവ് ഞാൻ നൊന്ത് പെറ്റ എൻ്റെ മോനല്ലേ? അതുപോലെ അകത്ത് ഹൃദയം പൊടിഞ്ഞിരിക്കുന്ന ആ പെണ്ണിൻ്റെ കൂടെ പിറപ്പല്ലേ? ബിന്ദു കിതപ്പോടെ ഒന്ന് നിർത്തി. അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഏട്ടൻ വരട്ടെ. എന്നോട് പറയാതെ നിങ്ങൾക്ക് കാശ് തരുന്നുണ്ടോ എന്ന് എനിക്കിന്നറിയണം. അത്രേ ഉള്ളൂ. നിത്യ ദേഷ്യത്തിൽ അവരെ തുറിച്ചൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. എന്നാൽ അവൻ വരട്ടെ, ഞാനും ചോദിക്കട്ടെ സ്വന്തം കൂടപ്പിറപ്പിന് എന്താണ് അവൻ ചെയ്തത് എന്ന്. നിറഞ്ഞ മിഴികൾ അമർത്തി തുളച്ചുകൊണ്ട് ബിന്ദു പറഞ്ഞു. അമ്മേ, മുറിയുടെ വാതിൽ തുറന്ന് അല്ലി പുറത്തേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു. ആ, നിനക്കിത്തിരി കഞ്ഞി എടുക്കട്ടെ? രാവിലെ ഒരു പിടി ഉപ്പുമാവ് കഴിച്ചതല്ലേ? സാരി തുമ്പുകൊണ്ട് മുഖം ഒന്നുകൂടി തുടച്ചിട്ട് അവർ അല്ലിയോട് തിരക്കി. ദാ ഇത് കണ്ടോ, 5 മാസം മുമ്പ് കേസിൻ്റെ ആവശ്യവുമായിട്ട് ആദ്യമായി ഞാൻ വഞ്ചൂര് അഡ്വക്കേറ്റിനെ കാണാൻ പോയ അന്ന് ചാലയിലൊരു സ്വർണ്ണക്കടയിൽ എൻ്റെ പാദസരവും വളയും വെറ്റ ബില്ലാണിത്. കയ്യിലിരുന്ന ആ ബില്ല് നിത്യ നിവർത്തി കാണിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. നിത്യ അതിലേക്ക് ഒന്ന് നോക്കി. പിന്നെ ഇതിന് നിങ്ങളുടെ ഭർത്താവ് കണക്ക് പറയാൻ പോകുന്നില്ല. കാരണം കല്യാണത്തിന് ഞാനിട്ട സ്വർണവും ഡ്രസ്സുമൊക്കെ അരമന വീട്ടിൽ നിന്ന് തന്നതാണ്. അതൊക്കെ അവിടുത്തെ അമ്മയെ ഏൽപ്പിച്ചു തന്നെയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ഈ പാദസരം ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ അമ്മയുടെ കൂടെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആൻറ്റിമാർ വാങ്ങിത്തന്നതാണ്. പിന്നെ വള അമ്മ കല്യാണത്തിന് വാങ്ങിച്ചു തന്നതും. ആ കാശാണ് കേസിന് വേണ്ടി ചിലവാക്കിയതും ഹോസ്പിറ്റൽ ചിലവാക്കുന്നതും. ഞാനിത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ആള് എനിക്ക് വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കിയെന്ന് ഒരു തെറ്റിദ്ധാരണ പോലും ആർക്കും ഉണ്ടാവരുത്. അതെനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളെ കാണിച്ചത്. നെഞ്ചു പിടിഞ്ഞു നീറുന്ന നോവ് അടക്കി പിടിച്ച് ചുണ്ടിൽ വികൃതമായ ഒരു ചിരി ഒട്ടിച്ച് അല്ലി പറഞ്ഞു. അവളോട് മറുത്ത് ഒരു വാക്കും മിണ്ടാനാവാതെ നിത്യ അല്ലിയെ നോക്കി നിന്നു. നീ വാ അല്ലി, ഇത്തിരി കഞ്ഞി കുടിക്കി. വിശക്കുന്നില്ലേ നിനക്ക്? വാടി വീഴാൻ പാകത്തിന് തളർന്നു പോയി ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ഒന്നും വേണ്ടമ്മേ, വിശപ്പില്ല. ഞാനൊന്ന് രാധുവിനെ കണ്ടിട്ട് വരാം. അവൾ വന്നോ എന്ന് അറിയില്ല. വന്നില്ലെങ്കിൽ വന്ന് കണ്ടിട്ടേ ഞാൻ വരൂ. അല്ലി മെല്ലെ അവരോട് പറഞ്ഞിട്ട് വയറിൽ കൈത്താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു. എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് പോയിക്കൂടെ അല്ലി നിനക്ക്? വാതിപ്പടിയിൽ നിന്ന് ബിന്ദു ചോദിച്ചതിന് മറുപടിയൊന്നും പറയാതെ വല്ലാതെ വിശക്കുന്ന ആ ചെറിയ വയറിലൊന്ന് തലോടിക്കൊണ്ട് അല്ലി ഗേറ്റ് തുറന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ചെറു റോഡിലൂടെ മുന്നോട്ട് നടന്നു. നീ എപ്പോ വന്നടി അല്ലിപ്പെണ്ണെ? രാധു എന്ന രാധിക കുഞ്ഞുനാൾ മുതലുള്ള അല്ലിയുടെ കൂട്ടുകാരിയാണ്. അവളുടെ അമ്മയോട് ഉമ്മറപ്പടിയിൽ സംസാരിച്ചിരുന്ന അല്ലിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇപ്പോൾ വന്നു, ദായോടെ ഇരുന്നതേ ഉള്ളൂടി. അടുത്തു വന്ന് ചേർന്നിരുന്നവളുടെ ചുമലിൽ തലചേർത്ത് വെച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. വാ, അമ്മ ഇപ്പോൾ കട്ടനെടുക്കും. നമുക്ക് കട്ടൻ ചായയും പരിപ്പോടെ കഴിക്കാൻ മടി. അല്ലിയുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് രാധു പറഞ്ഞു. അതിനു മുമ്പ് തന്നെ രമ കട്ടൻ വയ്ക്കാനായി പോയിരുന്നു. അതൊക്കെ പിന്നെ, ആദ്യം ഞാൻ ചോദിച്ച കാര്യം എന്തായി എന്ന് പറയ് രാധു. എഴുന്നേൽക്കാനാഞ്ഞ പെണ്ണിനെ പിടിച്ചടുത്തേക്ക് ഇരുത്തിക്കൊണ്ട് അല്ലി തിരക്കി. എടി, നിനക്ക് അത്യാവശ്യത്തിന് കുറച്ച് കാശ് ഞാൻ തരാം. ജോലിക്ക് പോകുന്നതൊക്കെ പ്രസവിച്ച് കുഞ്ഞിന് ഒരു 3 മാസമെങ്കിലും ആയിട്ട് പോരെ അല്ലി? നിന്റെ ആരോഗ്യം ഇപ്പോൾ ഒട്ടും ശരിയല്ലെന്ന് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അല്ലിയുടെ കവിളിൽ തലോടിക്കൊണ്ട് രാധു പറഞ്ഞു. ഇല്ല രാധു, നീ ശരിയാക്കി തന്നില്ല എങ്കിലും ആരുടെ വീട്ടിലെങ്കിലും വീട്ടുജോലി ചെയ്യാനെങ്കിലും ഞാൻ പോകും. ഇതുവരെ നീ പറഞ്ഞതുപോലെ എൻ്റെ ആരോഗ്യം ശരിയല്ല എന്ന് എനിക്കും തോന്നിയിരുന്നു. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട്. എത്ര വിഷമിച്ചാലും ഒരു ജോലി വേണം രാധു എനിക്ക്. എൻ്റെ കുഞ്ഞ് ആരുടെ മുന്നിലും ഒന്നിനു വേണ്ടിയും
കൈനീട്ടി നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. മുഖം കുനിച്ചിരുന്ന് പറയുന്ന പെണ്ണിനെ കാണി രാധു വേദനയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ അവിടെ സെലീന മേഡത്തോട് നിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരും ചോദിച്ചത് ഡെലിവറി കഴിഞ്ഞ് പോരെ എന്നാണ്. ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും നിന്നോട് നാളെ വന്ന് പുള്ളിക്കാരിയെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലിയെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് രാധു പറഞ്ഞു. ജോലി കിട്ടുമല്ലേ രാധു? അല്ലി വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു. കിട്ടുമായിരിക്കുമെടി. അവിടെ 10-12 പേര് ജോലി ചെയ്യുന്നില്ലേ? അല്ലെങ്കിലും തൈവരിക്കലെ ആളുകളെല്ലാം മനസാക്ഷിയുള്ളവരാടി. നിനക്ക് പാക്കിംഗ് ആവാനാണ് സാധ്യത. അല്ല, അച്ചാറിൻ്റെ മണം നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ലിയുടെ അല്പം മുന്തി നിൽക്കുന്ന വയറ് തലോടിക്കൊണ്ട് രാധ ചിരിയോടെ ചോദിച്ചു. ഇല്ലെൻ്റെ പൊന്നെ, ആ മണം എൻ്റെ കൊച്ചിന് ഇഷ്ടവുമാണ്. ഇനി ഇഷ്ടമല്ലെങ്കിലും ജീവിക്കണ്ടേ? എൻ്റെ കുഞ്ഞ് അത് മനസ്സിലാക്കി അമ്മയ്ക്ക് കൂട്ടായി ഉണ്ടാവും അല്ലട പൊന്നെ. നിറഞ്ഞ ചിരിയോടെ അല്ലി പറഞ്ഞു. അമ്മയും കൂടെ ചേർന്ന് എന്നെ നാണം കിടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണോ? ദീപു ഉച്ചത്തിൽ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു നിനക്ക് നാണക്കേട് വരാൻ? ബിന്ദുവിന് കാര്യം മനസ്സിലായെങ്കിലും അറിയാത്ത മട്ടിൽ തിരക്കി. അല്ലിക്കിപ്പോൾ ജോലിക്ക് പോകേണ്ട ആവശ്യം എന്താണ് അമ്മേ? ഇവിടെ താമസിച്ചുകൊണ്ട് അവിടെ ജോലിക്ക് പോകാൻ പറ്റില്ല. ദീപു ദേഷ്യത്തോടെ ബിന്ദുവിനോട് പറഞ്ഞു. അല്ലി ജോലിക്ക് പോകാൻ തീരുമാനിച്ചെന്നും അത് തൈവേലിയിലെ സെലീന ഫ്രാൻസിസ് നടത്തുന്ന അച്ചാർ കമ്പനിയിലാണെന്നുമൊക്കെ നിത്യ പറഞ്ഞു അറിഞ്ഞ ശേഷമുള്ള ചോദ്യം ചെയ്യലായിരുന്നു അത്. അവൾക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് നീ തീരുമാനിച്ചാൽ മതിയോ ദീപു? അകത്തിരിക്കുന്നവൾ ഇതൊക്കെ കേൾക്കുമല്ലോ എന്നൊരു നോവോടെ ബിന്ദു ചോദിച്ചു. പിന്നെ തൈവേലിയിൽ എല്ലാവർക്കും എന്നെ നന്നായിട്ടറിയാം. അങ്ങനെയുള്ളവരുടെ സ്ഥാപനത്തിൽ എൻ്റെ അനിയത്തി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് എനിക്ക് നാണക്കേടാണ്. ഒട്ടും വിട്ടുകൊടുക്കാൻ വയ്യാതെ ദീപു പറഞ്ഞു. എന്നാൽ അവൾ ജോലിക്ക് പോകുന്നില്ല. പക്ഷേ അവളുടെ കേസിൻ്റെ കാര്യവും പ്രസവിച്ചലും കുഞ്ഞിൻ്റെ കാര്യങ്ങളുമൊക്കെ നീ നോക്കിക്കോ, ബിന്ദു പുച്ഛത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കില്ല എന്ന്. എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ നോക്കും. ഉവ്വ, നീ കുറേ നോക്കും. പച്ചവെള്ളം ഈ വീട്ടിൽ നിന്ന് കുടിച്ചാൽ അതിന് പോലും നിന്റെ അമ്മായിമ്മ കണക്ക് പറഞ്ഞു വരും. ഇന്ന് വന്നതുപോലെ. ബിന്ദു കിടക്കാൻ പോകാനായിട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അമ്മ അവളോട് പറഞ്ഞേക്ക് പ്രസവം കഴിയാതെ ജോലിക്കെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് തിരികെ വരരുത്. ദീപു അവസാനമാക്കിയെന്ന പോലെ പറഞ്ഞു. ദീപു, നീ ആവശ്യമില്ലാതെ ഒന്നും പറയരുത്. അവൾക്കും കുഞ്ഞിനും ജീവിക്കണ്ടേ? ബിന്ദു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അവളോട് അളിയൻ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞില്ലേ? പിന്നെന്താ ഇവൾക്ക് ക്ഷമിച്ചു കൂടെ പോയാൽ? ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. അത് പറഞ്ഞിരുന്നാൽ ഇങ്ങനെയാവും അവസ്ഥ. മുറിവാതിക്കൽ വന്നു നിന്ന അലിയെ നോക്കി ദീപു പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിനും ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. എൻ്റെ കാര്യത്തിൽ അനാവശ്യമായി ആരും ഇടപെടാനും വരരുത്. ഞാൻ ഈ ജോലിക്ക് പോകും. തിരികെ വീട്ടിൽ തന്നെ വരികയും ചെയ്യും. പിന്നെ നിങ്ങളുടെ നാണക്കേട് ഞാൻ അനിയത്തിയാണെന്ന് പറയണ്ട. അതോടെ കഴിഞ്ഞു നിങ്ങളുടെ പ്രശ്നം. പിന്നെ നിങ്ങളുടെ അളിയനോട് ക്ഷമിക്കുന്നത് നിങ്ങൾ കണ്ടതൊന്നുമല്ല അയാളുടെ. ഇവിടെ നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിലും അഭിനയിച്ചു നിൽക്കുന്ന വിനോദ് പ്രഭാകർ ആരെന്ന് ശരിക്കും എനിക്ക് അറിയാമല്ലോ. അത് മതി. ആരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. അവളുടെ വാക്കുകളിൽ പകച്ചു നിൽക്കുന്ന ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു അല്ലി. അപ്പോഴും വേദന ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് ചുണ്ടിൽ ചിരി നിറച്ച് ആ പെണ്ണ് കിതപ്പോടെ ഡാലിയുടെ നഗ്നമായി മാറിൽ മുഖം അമർത്തിക്കിടന്ന് വിനോദ്. മതി വിനു, എഴുന്നേറ്റേ. നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ? ഡാലി അവൻ്റെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് തിരക്കി. ഈ സുഖം വിട്ടു മാറാൻ തോന്നണ്ടേ? അവളുടെ മാറിൽ ചുണ്ട് ഉരസിക്കൊണ്ട് അവൻ പറഞ്ഞു. എപ്പോൾ തുടങ്ങിയതാണ് എന്ന് ഓർമ്മയുണ്ടോ മോന്? ഇപ്പോൾ മതിയാക്കിക്കോ, നമുക്ക് പോയിട്ട് വരാം. അവനെ മറിച്ചിട്ട് അവൻ്റെ നെഞ്ചിൽ കയറി കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു. മടുത്തോ പെണ്ണെ നിനക്ക്? അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങുമ്പോൾ വിനോദ് ചോദിച്ചു. എനിക്ക് നിന്നെ അങ്ങനെ മടുക്കുമോ? അതിനാണോ നിന്നെ എനിക്ക് സ്വന്തമായി എൻ്റേത് മാത്രമായി ഞാൻ ആഗ്രഹിച്ചത്? അതിയായ ആവേശത്തോടെ അവനിലേക്ക് പടന്നു കയറുമ്പോൾ അവൾ പുലമ്പി. നിന്റെ ശരീരം മാത്രമല്ല വിനോദ്, നിന്റെ സ്വത്തുക്കൾ നീയായിട്ടുണ്ടാക്കിയത്. നിന്റെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ പാരമ്പര്യ സ്വത്തുക്കളെല്ലാം കൂടെ എത്ര കോടി വരും? പിന്നെ നിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അംഗീകാരം. നീ ആ നരുന്ന പെണ്ണിനെ പൊത്തിപ്പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെയുള്ള സ്നേഹം അനുഭവിക്കാൻ എനിക്ക് തോന്നിയ ഒരു കൊതി. അതൊക്കെയാണ് മോനെ ഇത്തിരി പാടുപെട്ടെങ്കിലും നിന്നെ എൻ്റെ കിടക്കയിൽ ദാ ഇതുപോലെ എത്തിച്ചത്. വീഴ്ചയ്ക്കൊടുവിൽ മയങ്ങിപ്പോയ വിനോദിൻ്റെ ചുണ്ടിൽ തലോടി ഉമ്മ വെച്ചുകൊണ്ട് ഡാലി സ്വയം പറഞ്ഞു. പോകാൻ തന്നെ തീരുമാനിച്ചോ മോളെ? അമ്മ നിനക്ക് പകരം പോയാലോ അല്ലേ? നിന്നെ ഈ അവസ്ഥയിൽ പറഞ്ഞു വിടാൻ വയ്യ മോളെ. അവളെ ചേർത്ത് പിടിച്ച് ബിന്ദു വിരുമ്പി. അയ്യേ ഈ അമ്മ,
ഒരുപാട് കാലം ജോലി ചെയ്തല്ലേ അമ്മ ഞങ്ങളെ വളർത്തിയത്. ഇനി ഞാൻ കുറച്ചു കാലം ജോലി ചെയ്യട്ടെ. അല്ലി അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു. എങ്കിലും എൻ്റെ കുഞ്ഞെ, നിന്നെ ഈ വയറും വെച്ച് എങ്ങനെയാടി ഞാൻ പറഞ്ഞു വിടുന്നത്? അല്ലിയുടെ അല്പം മാത്രം തീർത്ത വയറിൽ അരുമയുടെ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു. എൻ്റെ അമ്മേ, ഗർഭിണിയായ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകാതെ വീട്ടിലിരിപ്പാണോ? പുഞ്ചിരിയോട് ചോദിച്ചിട്ട് അവൾ ബാഗ് കയ്യിലെടുത്തു. നീ രാധുവിനെ വിളിച്ചൊന്ന് ചോദിക്കി. അല്ലി കഴിക്കാൻ എടുത്തല്ലോ. പിന്നെ പട്ടിണി കിടക്കല്ലേ കുഞ്ഞ്, നീ വയറ്റിലെ ജീവനെ മറന്നു പോകരുത്. അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ബിന്ദു പറഞ്ഞു. ഈ ലോകത്ത് ആരെ മറന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ മറക്കുമോ അമ്മ? മറക്കാൻ പറ്റുമോ എനിക്ക്? എൻ്റെ കുഞ്ഞല്ലേ, അതിനു വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണമല്ലോ. പറയുമ്പോൾ കണ്ണുകൾ നിറയുമെന്ന് തോന്നിയ നിമിഷം അവൾ തൻ്റെ വയറിലേക്ക് ഇഷ്ടക്കേടോടെ നോക്കിയ വിനോദിനെ ഓർത്തു. ഇല്ല, അല്ലി കരയില്ല. നിങ്ങൾക്ക് വേണ്ടാത്ത എൻ്റെ കുഞ്ഞിന് വേണ്ടി അല്ലി ജീവിക്കുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും മനസ്സിൽ അവളത് ഊട്ടിയുറപ്പിച്ചു. ഇതവരുടെ തറവാട് വീടാണല്ലി. ഭാഗം വെച്ച് വന്നപ്പോൾ ഈ സെലീന മേഡത്തിനാണ് തറവാട് ഇവരോട് വല്യമ്മച്ച് കൊടുത്തത്. ഒരുപാട് സ്വത്തുക്കളൊക്കെ ഇവർക്കുണ്ട് കേട്ടോ. പക്ഷെ മേഡം വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ പുള്ളിക്കാരി ഇവിടെ ഇത്തിരി സ്ട്രിക്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങളല്ലേ, ജോലിയിൽ ഉഴപ്പിയാലോ എന്ന് കരുതിയിട്ടാവും. പക്ഷേ എല്ലാവർക്കും ആവശ്യത്തിന് കൈയച്ച് സഹായിക്കാനും മടിയില്ല. ഇവരാണ് തൈവേലിക്കൽ ഫ്രാൻസിസിൻ്റെയും വിമലയുടെയും ഇളയ പുത്രി. ഇവർക്ക് 3 ചേട്ടന്മാരാണ്. അതിലെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് നിന്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അവരൊന്നും ഇങ്ങോട്ട് വരാറില്ല. ഞാൻ 1-2 വട്ടമേ അവരെയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ മേഡത്തിൻ്റെ വീട്ടിൽ രണ്ടാമത്തെ സഹോദരൻ്റെ മകനാണ് കൂടെയുള്ളത്. ആ സഹോദരൻ്റെ ഭാര്യ ഈ മോനെ പ്രസവിക്കുമ്പോൾ മരിച്ചുപോയതാണ്. ആ സഹോദരൻ മറ്റൊരു വിവാഹം കഴിച്ച് വേറെ മക്കളുമൊക്കെയായി പുറത്തെവിടെയോ ആണ്. പിന്നെ മേഡത്തിൻ്റെ ഒപ്പമുള്ള അയാളുടെ പേര് ആൽഫ്രഡ് അലക്സ് തൈവേലിക്കൽ എന്നാണ്. ഇവിടെ ഇടയ്ക്ക് വരുന്ന ഒരേ ഒരാൾ അയാളാണ്. പുള്ളിക്കാരന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അയാൾ വന്നാലും ആരോടും സംസാരിക്കാറില്ല. പക്ഷേ ഇവിടെ ആരോടും മാഡം ഒന്നും പറയാറില്ല. അല്ലെങ്കിലും വലിയ വീടുകൾ നടക്കുന്നതൊന്നും അങ്ങനെ പുറത്ത് അറിയില്ലല്ലോ അല്ലേടി. അലിയെ ചേർത്ത് പിടിച്ച് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി രാധു. പറയുന്നത് കേട്ട് ആ മുറ്റത്തേക്ക് കയറുമ്പോൾ അലിയുടെ ഉടല് ഉയരും. എന്തിനു വിറകൊണ്ടു.